സമരം ചെയ്താൽ ചെയ്യുന്നവരോട് പുച്ഛമാണ്. ഇത് ഇടതുപക്ഷ ഗവൺമെന്റാണെന്നാണ് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണെന്നാണ് പറയുന്നത്. സമരങ്ങളിലൂടെ തീച്ചൂളയിലൂടെ വളർന്നതാണെന്നൊക്കെ പ്രസംഗിക്കും. പക്ഷെ സമരം കണ്ട അപ്പൊ ഏകാധിപതികളെ പോലെയാണ്. ഏകാധിപതികൾക്ക് സമരം കണ്ടാൽ പേടിയാ. പണ്ടെല്ലായിടത്തും അവരെ അടിച്ചമർത്തും, അല്ലെങ്കിൽ എതിരാളികളെ ജയിലിലാക്കും, എന്തെങ്കിലും ചെയ്യും. എല്ലാ ലോകത്തുള്ള എല്ലാ ഏകാധിപതികളും സമരത്തെ ഭയപ്പെടുന്നത് പോലെ കേരളത്തിലെ ഈ ഏകാധിപതിക്കും സമരത്തോട് പുച്ഛവും അസഹിഷ്ണുതയുമാണ്. കരിങ്കുടി പോലും കാണിക്കാൻ പാടില്ല, കറുത്ത ഡ്രസ് ഇടാൻ പാടില്ല, കറുത്ത കൂളിംഗ് ഗ്ലാസ് വയ്ക്കാൻ പാടില്ല. വെച്ചാപ്പ പേടിയാണ്. പുള്ളിക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണോ എന്ന് ഒരു സംശയമാണ് ഇദ്ദേഹത്തിനുള്ളത്, എപ്പോഴും ഉള്ളത്. നമുക്കറിയാം, ജീവനക്കാരോട് ഇതുപോലെ ഒരു അവഗണന കാണിച്ച സർക്കാർ കേരളത്തിന്റെ ഭരണ ചരിത്രത്തിലില്ല. അവര് ജീവനക്കാരെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കാൻ പറ്റുമോ അതെല്ലാം ദ്രോഹിക്കുകയാണ്. എന്നിട്ട് പുറത്തു വന്ന് പറയാണ് ഞങ്ങൾക്ക് ഒരു സാമ്പത്തിക പ്രശ്നമില്ലെന്ന്. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുമല്ല, ഗവൺമെന്റ് ധനപ്രതിസന്ധിയിലല്ല ഉള്ളത് എന്നുള്ള അവകാശവാദമാണ് സർക്കാരും ധനകാര്യമന്ത്രിയും പറയുന്നത്. പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് കൊടുക്കാൻ പാടില്ലേ? എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ഇപ്പോ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, DAക്ക് യാതൊരു അവകാശമില്ല, റൈറ്റ് അല്ല ജീവനക്കാരുടെ. ഒന്ന്, അപ്പൊ ഈ എഴുതി കൊടുത്ത വക്കീലന്മാരൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. സുപ്രീം കോടതി വിധികളും വിവിധ ഹൈക്കോടതി വിധികളും ഒക്കെ ഉണ്ട്. ആ വിധികളെല്ലാം വായിച്ച് നോക്കിയിട്ട് വേണമായിരുന്നു കോടതിയിൽ ഇത് കൊടുക്കാൻ. കോടതിയിൽ തെറ്റായ ഒരു സമീപനമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ചുനാൾ കഴിയുമ്പോൾ ശമ്പളം അവകാശമല്ലെന്ന് പറഞ്ഞാൽ വെറുതെ വന്ന് ജോലി ചെയ്ത് പോയാൽ മതി, ശമ്പളം നിങ്ങളുടെ അവകാശമല്ല എന്നും കൂടി കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇതൊന്നൊരു ശരിയായ രീതിയല്ല. ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഒരു ഗവൺമെന്റിന് ഭൂഷണമല്ലാത്ത രീതിയിലാണ് ഈ ഗവൺമെന്റ് പെരുമാറുന്നത്. നിങ്ങൾക്കറിയാം, ഏറ്റവും മോശം ശമ്പള പരിഷ്കരണമാണ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത്. 11ാമത് ശമ്പള പരിഷ്കരണം. വെയിറ്റേജ് മുഴുവൻ എടുത്തു മാറ്റിയിട്ടാണ്. ഒരുപാട് രൂപ നഷ്ടം അതിനകത്ത് വന്നു. ഇപ്പോൾ പുതിയ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ച് ആ ശമ്പള കമ്മീഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റെക്കമെൻഡേഷൻ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു. ശമ്പള കമ്മീഷൻ രൂപീകരിച്ചിട്ട് പോലുമില്ല. ശമ്പള കമ്മീഷൻ രൂപീകരിക്കാനുള്ള ഇല്ല എന്നാണ് പറയുന്നത്. ഇനി പോണ വഴിക്ക്, പോറായല്ലോ, സമയമായി, പോണ വഴിക്ക് എന്തെങ്കിലും പ്രഖ്യാപനം നടത്തും എന്നാണ് ഇരിക്കുന്നത്. അപ്പൊ അത് അവർക്ക് ബാധകമല്ല. നേരത്തെ പറഞ്ഞതുപോലെ ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കും. എപ്പോഴാ പൈസ കിട്ടുന്നത്? 2027 അവർക്ക് കൊടുക്കണ്ടല്ലോ. 2027 അവർക്ക് കൊടുക്കേണ്ട, വരുന്ന ഗവൺമെന്റിന്റെ കൊടുത്തോട്ടെ, ഇവര് കൊടുക്കേണ്ട പൈസ വരുന്ന ഗവൺമെന്റിന്റെ തലയിൽ വെക്കുന്നത് പോലെ ഏതെങ്കിലും പേ കമ്മീഷൻ വെക്കാതെ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം പോണ പോക്കിന് 1 മാസത്തെ ശമ്പളം പോലും ഇവർക്ക് കൊടുക്കേണ്ടി വരില്ല. അല്ലാതെ ചെയ്യാനുള്ള തട്ടിപ്പ് പരിപാടികൾ അങ്ങനെയാണല്ലോ. 2021 പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 രൂപ ആക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ 4.25 കൊല്ലം 1 രൂപ പോലും കൂട്ടിയില്ല. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ആഴ്ച 400 രൂപ കൂട്ടി. അതിനിപ്പോ സഹകരണ ബാങ്കുകളിൽ നിന്ന് 10,000 കോടി കടം കൊടുക്കുകയാണ്. ഏകദേശം സഹകരണ ബാങ്കുകളൊക്കെ പോകുന്ന സ്ഥിതിയിലായി. എന്നിട്ട് സെസ്സും പിരിക്കുകയാണ്, ക്ഷേമനിധികളിൽ നിന്ന് പൈസ എടുക്കുകയാണ്. കേരളത്തെ ഇവർ തകർത്ത് തരിപ്പണമാക്കുകയാണ്. എല്ലാ രീതിയിലും ചെയ്യാണ്. ഇപ്പൊ DA പ്രഖ്യാപിക്കും, അപ്പോ മുൻകാല പ്രാബല്യം ഇല്ല. പഴയ കാര്യത്തെക്കുറിച്ച് മിണ്ടാട്ടില്ല. നേരത്തെയുള്ള 6 DA അല്ലെ, 6 എണ്ണം ഇപ്പോഴും പെൻഡിങ്ങിലാണ്. എത്ര രൂപയാണ് ഓരോരുത്തർക്ക് കിട്ടാനുള്ളത്? വലിയ തുകകളാണ് കിട്ടാനുള്ളത്. 3,450 രൂപ മുതൽ 25,020 രൂപ വരെ പ്രതിമാസം നഷ്ടപ്പെടുകയാണ്. പ്രതിമാസം ഒരു ജീവനക്കാരന് നഷ്ടപ്പെടുകയാണ്. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. നിരവധിയായ കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ മെഡിസപ്പ്, നേരത്തെ ഗവൺമെന്റാണ് റീഇംബേഴ്സ്മെന്റ് നടത്തിയിരുന്നത്, അത് മാറ്റി. അപ്പൊ അതിൽ നിന്ന് ഒഴിഞ്ഞു ഗവൺമെന്റ്. എന്നിട്ട് കോൺട്രിബ്യൂഷൻ ജീവനക്കാരുടെ നിന്ന് മേടിച്ചിട്ട് വലിയൊരു ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. ആ ഇൻഷുറൻസ് പദ്ധതി പാഴായി. അറിയാലോ, ഒരുവിധ ആനുകൂല്യങ്ങളും ഇല്ലാത്ത തരത്തിൽ അതിന് പൂർണ്ണ പരാജയമായ ഒരു ഇൻഷുറൻസ് പദ്ധതിയാക്കി മാറ്റി. എല്ലാ രംഗത്തും ഇതുപോലെ തന്നെയാണ്. നേരത്തെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് മാറ്റി. ഏതെല്ലാം കാര്യങ്ങൾ എടുത്തു മാറ്റാൻ കഴിയുമോ ഇതെല്ലാം കൊടുക്കുന്നത് ഒരു ഔദാര്യമാണ്, അധികമാണ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഇവർക്ക് ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് കൊടുക്കാൻ പൈസ ഉണ്ട്. ആ പാവ ആശാ വർക്കർമാർ എത്ര ദിവസം ഇവിടെ സമരം ചെയ്തു? അവരോട് എത്ര അപമര്യാദയായിട്ടാണ് ഇവർ പെരുമാറിയത്, അപഹാസ്യമായിട്ടാണ് ഇവർ പെരുമാറിയത്. സമരം ചെയ്താൽ ചെയ്യുന്നവരോട് പുച്ഛമാണ്. ഇത് ഇടതുപക്ഷ ഗവൺമെന്റാണെന്നാണ് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണെന്നാണ് പറയുന്നത്. സമരങ്ങളിലൂടെ തീച്ചൂളയിലൂടെ വളർന്നതാണെന്നൊക്കെ പ്രസംഗിക്കും.
പക്ഷെ സമരം കണ്ട അപ്പൊ ഏകാധിപതികളെ പോലെയാണ്. ഏകാധിപതികൾക്ക് സമരം കണ്ട പേടിയാ. പണ്ടെല്ലായിടത്തും അവരെ അടിച്ചമർത്തും, അല്ലെങ്കിൽ എതിരാളികളെ ജയിലിലാക്കും, എന്തെങ്കിലും ചെയ്യും. ലോകത്തുള്ള എല്ലാ ഏകാധിപതികളും സമരത്തെ ഭയപ്പെടുന്നത് പോലെ കേരളത്തിലെ ഈ ഏകാധിപതിക്കും സമരത്തോട് പുച്ഛവും അസഹിഷ്ണുതയുമാണ്. കരിങ്കുടി പോലും കാണിക്കാൻ പാടില്ല, കറുത്ത ഡ്രസ് ഇടാൻ പാടില്ല, കറുത്ത കൂളിംഗ് ഗ്ലാസ് വയ്ക്കാൻ പാടില്ല. വെച്ചപ്പോ പേടിയാണ്. പുള്ളിക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണോ എന്ന് ഒരു സംശയമാണ് ഇദ്ദേഹത്തിനുള്ളത്, എപ്പോഴും ഉള്ളത്. അപ്പൊ ഈ പ്രതിഷേധം തുടരും. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഇപ്പൊ കിട്ടാൻ പോകുന്നില്ല. ഇത് കിട്ടണമെങ്കിൽ അതിനൊരു കാലം ഉണ്ടാവണം. UDF അധികാരത്തിൽ വരണം 2026. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യവും പറഞ്ഞേക്കാം, മറ്റേ യൂണിയനിൽ പെട്ടവരോടൊക്കെ ചിരിച്ചോളാം. കാരണം അവരൊക്കെ നമുക്ക് വോട്ട് ചെയ്യാൻ പോവാ. ആ നേതൃത്വത്തിൽ നിൽക്കുന്ന കുറച്ചുപേര് മാത്രമേ ഉള്ളൂ, അവരെ നോക്കണ്ട. ബാക്കിയല്ല അവരുടെ യൂണിയനിൽപ്പെട്ട ആളുകൾ അവർക്കറിയാമല്ലോ ഈ ഗവൺമെന്റ് വീണ്ടും വന്ന ഇതൊന്നും കിട്ടാൻ പോകില്ലെന്ന് അറിയാം. എല്ലാവർക്കും അറിയാം, സംസ്ഥാനത്തെ മുഴുവൻ ജീവനക്കാർക്കും അറിയാം UDF ഗവൺമെന്റ് വന്നാലേ ഇത് കിട്ടാൻ പോകുന്നുള്ളൂ, അല്ലേ? വളരെ വ്യക്തമായിട്ട് അറിയാം.